ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് മിക്ക എക്സാമുകൾക്കും ഒരു ടോപ്പിക്കായിട്ടുള്ള IT ആക്ട് 2000നെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. കമ്പ്യൂട്ടറുകൾ, സെർവറുകൾ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ, ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡേറ്റയും വിവരങ്ങളും എന്നിവയുടെ ഉപയോഗത്തെ നിയന്ത്രിക്കാൻ ഭാരത സർക്കാരിൻ്റെ നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവര സാങ്കേതിക വിദ്യാ നിയമം 2000. വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 ഇനി IT വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ വാണിജ്യം നിയന്ത്രിക്കുന്നതിനും ഈ ഭരണത്തിന് സൗകര്യമൊരുക്കുന്നതിനും സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുമാണ് ഈ IT ആക്ട് 2000 ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന ഒരു സൈബർ നിയമമാണ് IT ആക്ട് 2000. ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന സൈബർ നിയമം ഏതാണ്? IT ആക്ട് 2000. IT ആക്ട് പാസ്സാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ 2000 ജൂൺ 9 നിലവിൽ വന്ന നിയമമാണ് ഏത്? IT ആക്ട് 2000. അതെന്നാണ് പാസ്സാക്കിയത്? 2000 ജൂൺ 9. ഇനി അത് നിലവിൽ വന്നത് എന്നാണ്? ഒക്ടോബർ 17. 2000 ഒക്ടോബർ 17 നിലവിൽ വന്നത്. ഇനി IT ആക്ട് 2000-ൽ 13 ചാപ്റ്ററുകൾ, 94 സെക്ഷനുകൾ, 4 പട്ടികകളുമായിരുന്നു ഉണ്ടായിരുന്നത്. IT ആക്ട് ഭേദഗതി നിയമം പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ 2008 ഡിസംബർ 23 IT ആക്ട് നിയമം പാർലമെന്റ് പാസ്സാക്കിയത്. ഭേദഗതി നിയമം പാർലമെന്റ് എന്നാണ് പാസ്സാക്കിയത്? 2008 ഡിസംബർ 23. ഇനി ആ ഭേദഗതി നിയമം ഒപ്പുവെച്ചത് പ്രസിഡന്റ് എന്നാണ് ഒപ്പുവെച്ചത്? 2009 ഫെബ്രുവരി 5. അപ്പം പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2009 ഫെബ്രുവരി 5. ഇനി ആ IT ഭേദഗതി നിയമം നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27. അപ്പോൾ അതെന്നാണ് നിലവിൽ വന്നത്? ഈ ഭേദഗതി നിയമം 2009 ഒക്ടോബർ 27. അപ്പോൾ IT ഭേദഗതി നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 2008 ഡിസംബർ 23, പ്രസിഡന്റ് ഒപ്പിട്ടത് 2009 ഫെബ്രുവരി 5, നിലവിൽ വന്നത് 2009 ഫെബ്രുവരി 27. ഇനി ആ IT ആക്ട് 2008-ലെ ഭേദഗതിക്ക് 14 ചാപ്റ്ററുകളും 124 സെക്ഷനുകളും 2 പട്ടികകളുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം IT ആക്ടിൽ 2008-ലെ ഭേദഗതിക്ക് 14 ചാപ്റ്ററുകളും 124 സെക്ഷനുകളും 2 പട്ടികകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി സൈബർ നിയമം എന്ന വിഷയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതിലാണെന്ന്? അത് അവശിഷ്ട അധികാരങ്ങളിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൈബർ നിയമങ്ങൾ എന്ന വിഷയം എവിടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അവശിഷ്ട അധികാരങ്ങളിൽ ആണ്. സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യമാണ് സിംഗപ്പൂർ. സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോസ് സ്ഥിതി ചെയ്യുന്നത് പൂനെ. ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂനെ. സൈബർ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപം നൽകിയിരിക്കുന്ന പ്രത്യേക സ്ഥാപനമാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. അപ്പം സൈബർ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപം നൽകിയിരിക്കുന്ന പ്രത്യേക സ്ഥാപനമാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. അത് നിലവിൽ വന്നത് 2004. അപ്പം ഈ സെർട്ടിന് നിലവിൽ വന്നത് 2004. ഇനി IT ആക്ട് 2000-ൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി KR നാരായണനാണ്. IT ആക്ട് 2000-ൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? KR നാരായണൻ. ഇനി IT ആക്ട് 2000 നിലവിൽ വന്ന സമയത്തെ പ്രധാനമന്ത്രി ചോദിച്ചാൽ AB വാജ്പേയി ആണ്. അപ്പം ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി KR നാരായണനും IT ആക്ട് 2000 നിലവിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി AB വാജ്പേയിയും ആണ്. ഇന്ത്യയിൽ IT നിയമപ്രകാരം സർട്ടിഫയിങ് അധികാരികൾക്ക് ലൈസൻസ് നൽകുന്നതിനും അവരെ നിയന്ത്രിക്കുന്നതിനുമായി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ് കൺട്രോളർ ഓഫ് സർട്ടിഫയിങ് അതോറിറ്റീസ്. അപ്പം ഇന്ത്യയിൽ IT നിയമപ്രകാരം സർട്ടിഫയിങ് അധികാരികൾക്ക് ലൈസൻസ് നൽകുന്നതിനും അവരെ നിയന്ത്രിക്കുന്നതിനുമായി നിയമിക്കുന്ന ഉദ്യോഗസ്ഥനാണ് കൺട്രോളർ ഓഫ് സർട്ടിഫയിങ് അതോറിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഈ കൺട്രോളർ ഓഫ് സർട്ടിഫയിങ് അതോറിറ്റീസിനെ നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരാണ്. അപ്പം കൺട്രോളർ ഓഫ് സർട്ടിഫയിങ് അതോറിറ്റീസിനെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാർ.
കൺട്രോളർ ഓഫ് സർട്ടിഫയിങ് അതോറിറ്റീസിനെ നിയമിക്കുന്നത് IT നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണെന്ന് ചോദിച്ചാൽ 17ാമത് വകുപ്പ് പ്രകാരമാണ്. അപ്പോൾ കൺട്രോളർ ഓഫ് സർട്ടിഫയിങ് അതോറിറ്റിയെ നിയമിക്കുന്നത് IT നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? 17ാമത് വകുപ്പ് പ്രകാരം. കൺട്രോളർ ഓഫ് സർട്ടിഫയിങ് അതോറിറ്റീസിൻ്റെ ഓഫീസ് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2000 നവംബർ 1-നാണ്. കൺട്രോളർ ഓഫ് സർട്ടിഫയിങ് അതോറിറ്റീസിൻ്റെ ഓഫീസ് എന്നാണ് നിലവിൽ വന്നത്? 2000 നവംബർ 1. ഇനി തുടർന്നുള്ള നമ്മുടെ സെക്ഷനുകളുമൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കാണുക.